സ്ഥാനാർത്ഥികൾ വരുന്നു പോകുന്നു. എല്ലാ കാലത്തും സ്ഥാനാർത്ഥികളെ ഓർക്കുന്ന ഒരു നാടുണ്ട്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലെ ഗ്രാമത്തെക്കുറിച്ചാണ് അവസാനം. സ്ഥാനാർത്ഥിപ്പടി ഒരുപാട് സ്ഥാനാർത്ഥികൾ ഉള്ളതുകൊണ്ട് വന്ന പേരല്ല ഇത്. ഇങ്ങനെയൊരു പേര് ഈ ഗ്രാമത്തിന് വരാൻ ഒരു ചരിത്രമുണ്ട്. അതിലാളത്ത് വാസു മാസ്റ്റർ കാരാട്, അതാണ് എൻ്റെ പേര് പറയുന്നത്. 1979 വാഴയൂർ പഞ്ചായത്ത് രൂപപ്പെട്ടത്. ആദ്യമായിട്ട് പഞ്ചായത്ത് ബോർഡ് മത്സരിക്കുന്നത് കാരാടിലെ സ്ഥാനാർത്ഥിയായിട്ട് ഞാനായിരുന്നു. ഈ മത്സരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു വീട്ടിൽ ഇതല്ല, ഇതിനു മുമ്പത്തെ ചെറിയ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ്. ആ സമയത്ത് നാട്ടുകാർ ഇവിടെ ബസ് സ്റ്റോപ്പിന് സ്ഥാനാർത്ഥിയുടെ വീട്ടിനടുത്തുള്ള പടി എന്നുള്ള അർത്ഥത്തിൽ, സ്റ്റോപ്പ് എന്നുള്ള അർത്ഥത്തിൽ സ്ഥാനാർത്ഥിപ്പടി എന്ന് പേര് കൊടുത്തു. അന്ന് മുതൽക്കാണ് സ്ഥാനാർത്ഥിപ്പടി എന്ന പേര് നമ്മുടെ ഈ ബസ് സ്റ്റോപ്പിന് വന്നു ചേർന്നത്. മെമ്പറായതിനു ശേഷവും സ്ഥാനാർത്ഥിപ്പടി എന്നുള്ള പേരിൽ തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് അന്നും ഇന്നും അറിയപ്പെടുന്നത്. വാസു മാഷിന് ശേഷവും നിരവധി സ്ഥാനാർത്ഥികൾ ഈ ഗ്രാമത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അങ്ങനെ ഗ്രാമത്തിൻ്റെ പേര് മാറാതെ തുടരുകയാണ്. സ്ഥാനാർത്ഥിപ്പടിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.